സർവൈവൽ ബയസ്. ഈ പൊതുവെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മനുഷ്യര് പലപ്പോഴും ഭയങ്കര ബ്ലൈൻഡ് സൈഡഡ് ആണ്. വേറൊരാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എൻ്റെ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ പൊതുവെ ഒരു സ്ത്രീ ആണെങ്കിൽ ഞാൻ സ്ത്രീ ആയതുകൊണ്ട് വിഷമിക്കുന്നു. പക്ഷേ ഒരു സ്ത്രീ ആയിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പം സ്ത്രീയുടെ റൈറ്റിന് വേണ്ടി ഘോരം പറയുമ്പോൾ തന്നെ ദളിതരുടെ റൈറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ റൈറ്റിനെ പറ്റിയോ അവർ ബോധമല്ല. ഇതിപ്പോൾ ഏത് സെക്ഷൻ എടുത്താലും ഉണ്ട്. മതപരമായിട്ടാണെങ്കിൽ തന്നെ ഒരു മൈനോറിറ്റി റിലീജിയനിലുള്ള ഒരാള് മൈനോറിറ്റി ആയിരിക്കും, പക്ഷെ ആ മൈനോറിറ്റി റിലീജിയനിൽ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അവർക്ക് ബോധമല്ല. അങ്ങനത്തെ ഒരു ബയാസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ബയാസ് ഞാനിപ്പോൾ പറയുമ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. കാരണം ഞാൻ അതിനെപ്പറ്റിയുള്ള ടോപ്പിക്കുകളൊന്നും ഇങ്ങനെ വൈഡായിട്ട് സെർച്ച് ചെയ്തിരിക്കുന്ന ആളല്ല. ഇതിപ്പം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി എനിക്ക് കൃത്യമായൊരു ധാരണയുണ്ട്, എന്താണ് എന്നറിയാം എന്നുള്ളത് കൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാനും ഇതൊക്കെ. പക്ഷെ ഇത് ഞാൻ ഇപ്പോഴാണ് ചേട്ടൻ പറയുമ്പോഴാണ് ഇതിനെപ്പറ്റി ആദ്യം കേൾക്കുന്നത്. പിന്നെ കുറെ പേര് അങ്ങനെ ഉണ്ടെന്ന് എനിക്കിപ്പോഴും ആൾക്കാരെ അങ്ങനെ പൊതുവായിട്ട് അങ്ങനെ കാണുന്നതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ട്, നേരെ മറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ജനറേഷൻ വൈസ് നമ്മൾ തിരിക്കാൻ നോക്കിയാലും അതല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈ പറയുന്ന സ്ത്രീകളുടെ അവകാശത്തിനും ദളിതന്റെ അവകാശത്തിനും ഒക്കെ വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ വേറെയും ഉണ്ട്. അപ്പം ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ, ഞാൻ അവരോടേ സംസാരിച്ചിട്ടുള്ളൂ. മറ്റൊരു സൈഡിനെ പറ്റി ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ. സർവൈവൽ ബയാസിനെ പറ്റി പറഞ്ഞല്ലോ, കുറച്ചുകൂടി ഡീറ്റെയിലിൽ പറയാമോ? സർവൈവൽ ബയാസസ് ഒന്നുമില്ല. ഞാൻ അതിൽ ആക്ച്വലി ആ ഇന്റർവ്യൂവിലാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് പറഞ്ഞിരുന്നത് നമ്മളെപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമ്മളൊരു സംഭവമായിട്ടാണ് കാണുന്നത്. മുന്നേ ഉണ്ടായിരുന്ന കാര്യങ്ങളെ, പണ്ടത്തെ കാലങ്ങൾ, പണ്ടത്തെ സിനിമകൾ, പണ്ടത്തെ മനുഷ്യര്, പണ്ടത്തെ മനുഷ്യരുടെ ഒരു ആയുസ് കണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പം പണ്ടത്തെ ബിൽഡിങ്സ് എന്ത് കൊത്തുപണികളാണ്, അല്ലെങ്കിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ എന്നൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അതൊക്കെ പണ്ട് കാലത്തു നിന്നും അതിഭീകരമായ എന്തോ ഒരു കാരണം കൊണ്ട് സർവൈവ് ചെയ്ത് വന്ന ഒന്നിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊരു ബയാസാണ്, അതൊരു ചാൻസ് ആണ് അല്ലേ. അതിൻ്റെ കൂടെയുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ പണിത ബിൽഡിങ്ങുകളൊന്നുമില്ല, അവിടെ ഉണ്ടായിരുന്ന വേറെ, ആ സമൂഹത്തിലുണ്ടായിരുന്ന വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒറ്റ ബിൽഡിങ്ങിനെ വെച്ച് നമ്മൾ ആ സമൂഹത്തിനെ തന്നെ ഒരു വലിയ പ്രൈം ലെവലിൽ നമ്മൾ സസ്പെക്ട് ചെയ്യണം, അതൊരു സംഭവമായിരുന്നു എന്ന് കാണുന്നത്. അത് സർവൈവ് ചെയ്ത് വന്ന ഒരു കാര്യത്തിനെ നമ്മൾ അങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്.